ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 25-ാം ഭാഗം. അമ്മേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 373-ാം നാമം കാമേശ്വര പ്രാണനാഡി. ഹിന്ദുമതത്തിലെ ശൈവ പാരമ്പര്യത്തിൽ ശിവഭഗവാന്റെ ഏറ്റവും ഉയർന്ന രൂപങ്ങളിലൊന്നായി കാണുന്നത് കാമേശ്വരൻ എന്ന രൂപമാണ്. ശ്രീലളിതാ മാഹാത്മ്യത്തിലും ത്രിപുര രഹസ്യത്തിലുമൊക്കെ കാമേശ്വരൻ എന്ന രൂപത്തെയാണ് വാഴ്ത്തുന്നത്. കാമേശ്വരൻ്റെ പത്നി എന്ന അർത്ഥത്തിൽ ശ്രീലളിതാ ത്രിപുരസുന്ദരിയെ കാമേശ്വരി എന്നും വിളിക്കാറുണ്ട്. ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്നവൻ കാമേശ്വരൻ, ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നവൾ കാമേശ്വരി എന്ന അർത്ഥം. ഈ കാമേശ്വരൻ്റെ പ്രിയപത്നി എന്ന അർത്ഥത്തിലും കാമേശ്വരനു പോലും പ്രാണൻ നൽകുന്നവൾ എന്ന അർത്ഥത്തിലും ദേവിയെ കാമേശ്വര പ്രാണനാഡി എന്ന് വിളിക്കുന്നു. നാമം 374. കൃതജ്ഞ. നമ്മുടെ ഓരോ കർമ്മവും നമ്മുടെ ചിന്ത പോലും മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നവൾ എന്നർത്ഥത്തിലാണ് ദേവിയെ കൃതജ്ഞ എന്ന് വിളിക്കുന്നത്. ഭഗവത്ഗീതയിലായാലും കർമ്മഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. അതുപോലെ ദേവീ പ്രീതിക്കായി മാത്രമല്ലാതെ സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം. നാമം 375. കാമപൂജിത. സതീദേവിയുടെ ആത്മാഹൂതിക്ക് ശേഷം ധ്യാനനിരതനായ ശിവഭഗവാനെ കണ്ട് ദേവകളെല്ലാം നടുങ്ങിപ്പോയി. കാരണം ശിവഭഗവാന് പിറന്ന ഒരു മകന് മാത്രമേ താരകാസുരനെ വധിക്കാൻ സാധിക്കുള്ളൂ. സതീദേവി ആവട്ടെ പർവ്വതരാജനായ ഹിമവാന്റെ പുത്രിയായി പാർവതിയായി അവതരിക്കുകയും ചെയ്തു. അപ്പോൾ പാർവതിയെയും ശിവഭഗവാനെയും പ്രണയത്തിലാഴ്ത്തുകയും അവരെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമായി. അങ്ങനെയാണ് ദേവകളുടെ ആവശ്യപ്രകാരം കാമദേവൻ ശിവഭഗവാന് നേരെ ഒരു പ്രണയത്തിൻ്റെ അമ്പയക്കുന്നതും ഇതിൽ കോപാകുലനായ ശിവൻ കാമദേവനെ ഭസ്മമാക്കുന്നതും. ഈ കാമദേവന് പുനർജന്മമേകി കാമദേവൻ്റെയും രതീദേവിയുടെയും പ്രാർത്ഥനകൾ സഫലമാക്കിയവളാണ് ശ്രീലളിതാ ത്രിപുരസുന്ദരി. അതിനാൽ ദേവിയെ കാമപൂജിത, കാമദേവനാൽ പോലും പൂജിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ കാമപൂജിത എന്ന് വിളിക്കുന്നു. 376-ാം നാമം ശൃംഗാരരസസമ്പൂർണ. സ്ത്രീ പുരുഷന്മാരിൽ പരസ്പര ആകർഷണം ജനിപ്പിക്കുക വഴി സൃഷ്ടികർമ്മത്തിന് വഴിയൊരുക്കുന്ന ശൃംഗാരരസത്തിൻ്റെ ഉറവിടമായി ശ്രീലളിതാ ത്രിപുരസുന്ദരിയെ വാഴ്ത്തുന്നു. ദേവിയുടെ ഒരു ഭാവമാണ് കാമാക്ഷി എന്ന് പറയുന്നത് തന്നെ. കാമേശ്വര പത്നി എന്ന അർത്ഥത്തിലും ദേവിയെ കാമേശ്വരി എന്ന് വിളിക്കുന്നു. ഭക്തൻ്റെ ഏതാഗ്രഹവും സഫലീകരിക്കുന്നവരാണ് കാമേശ്വരനും കാമേശ്വരിയും. ശാരീരികമായ ആകർഷണം മാത്രമല്ല, ആകർഷണമായ വ്യക്തിത്വത്തിന് ഉടമയാകാനായിട്ട് ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയെ ഭജിക്കുന്നത് തീർച്ചയായിട്ടും സഹായകമാണ്. 377-ാം നാമം ജയ. എല്ലായ്പ്പോഴും വിജയിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ ജയ എന്ന് വിളിക്കുന്നു. 378 ജാലന്ധരസ്ഥിത. കുണ്ടലിനി യോഗയിലെ ഒരു പ്രാക്ടീസാണ് ജാലന്ധരബന്ധ എന്ന് പറയുന്നത്. എന്താ ഈ ജാലന്ധരബന്ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വിശുദ്ധ ചക്രത്തെക്കുറിച്ച്. വിശുദ്ധ ചക്ര അഥവാ ത്രോട്ട് ചക്ര തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും രോഗശാന്തിക്കും നിത്യയൗവനത്തിനും ഭാവിഭൂത വർത്തമാന കാലങ്ങളിലേക്ക് ഒരു ഇൻസൈറ്റ് ലഭിക്കുന്നതിനൊക്കെ വിശുദ്ധ ചക്രം പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ആ വിശുദ്ധ ചക്രത്തിൻ്റെ നല്ല പ്രവർത്തനത്തിനായി പ്രാണനെ ഈ വിശുദ്ധ ചക്രത്തിൽ തടഞ്ഞു വയ്ക്കുന്ന ഒരു പ്രാക്ടീസാണ് ജാലന്ധരബന്ധ എന്ന് പറയുന്നത്. കഴുത്തിലേക്ക് താടി മുട്ടിച്ചുകൊണ്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ ജാലന്ധര എന്ന് പറയുന്നത് ഈ വിശുദ്ധ ചക്രത്തിലെ ഒരു പോയിൻ്റാണ്. ആ ജാലന്ധരത്തിൽ പ്രാണനെ ഒരു വലയിലെന്ന പോലെ കുടുക്കിയിടുന്നതാണ് ജാലന്ധരബന്ധ എന്ന് പറയുന്നത്. ഇവിടെ ദേവിയെ ജാലന്ധര സ്ഥിത എന്ന് പറയുന്നു. ഈ വിശുദ്ധ ചക്രത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള അവിടേക്ക് പ്രാണനെ കൊണ്ടുവരുന്ന രോഗശാന്തിയും നിത്യയൗവനവും
ഭാവി ഭൂത വർത്തമാനകാലങ്ങളും കാണാൻ കഴിയുന്ന ഒരു ക്രാന്തദർശിയായി നമ്മളെ വളർത്താൻ കെൽപ്പുള്ളവളാണ് ശ്രീലളിതാ ത്രിപുരസുന്ദരി എന്ന അർത്ഥത്തിൽ ദേവിയെ ജാലന്ധരസ്ഥിത എന്ന് വിളിക്കുന്നു. നാമം 379. ഓഢ്യാണ പീഠനിലയ. ശരീരത്തിലെ ചക്രങ്ങളിൽ ആജ്ഞാചക്രത്തിൻ്റെ മറ്റൊരു പേരാണ് ഉഢ്യാണ പീഠനിലയം. നെറ്റിയുടെ മധ്യഭാഗത്തായി പുരികങ്ങൾക്കിടയിലാണ് ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനം. ആജ്ഞാചക്രം തൃക്കണ്ണുപോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. കർമ്മേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള ഒരു 6ാം ഇന്ദ്രിയമായി അവബോധത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് ആജ്ഞാചക്രത്തെ പറയുന്നത്. നമ്മുടെ ഇൻറ്റ്യൂഷൻ, ഇമാജിനേഷൻ ഇതൊക്കെ കൂടുതലായി പ്രവർത്തിക്കാനായിട്ട് ആജ്ഞാചക്രത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതത്രേ. ഈ ആജ്ഞാചക്രത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ ഓഢ്യാണ പീഠനിലയ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ദേവിയെ ഉണർത്തുന്നതിനായിട്ടാണ് പുരികങ്ങൾക്ക് നടുവിൽ നമ്മൾ കളഭവും ചന്ദനവും കുങ്കുമവും ഒക്കെ തൊടുന്നത്. ഓഢ്യാണ പീഠം എന്ന് പറയുന്നത് 51 ശക്തിപീഠങ്ങളിലൊന്നാണ് എന്നും പറയുന്നു. എന്തായി ശക്തിപീഠങ്ങൾ? സതീദേവിയുടെ ആത്മാഹൂതിക്ക് ശേഷം ആ മൃതശരീരം വഹിച്ചുകൊണ്ട് ഭഗവാൻ ശിവൻ താണ്ഡവമാടുന്നുണ്ട്. ആ താണ്ഡവ സമയത്ത് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ പതിച്ച 51 സ്ഥലങ്ങളെയാണ് 51 ശക്തിപീഠങ്ങളായി പറയുന്നത്. ഓഢ്യാണ പീഠനിലയം ഒറീസയിലെ ഒരു ശക്തിപീഠമാണ്. നാമം 380. ബിന്ദുമണ്ഡലവാസിനി. ശ്രീവിദ്യാതന്ത്രത്തിലെ ശ്രീചക്രം അല്ലെങ്കിൽ ശ്രീയന്ത്രം എന്ന് പറയുന്ന യന്ത്രത്തിൻ്റെ കേന്ദ്രബിന്ദുവായി കരുതുന്ന ഇടമാണ് സർവാനന്ദ ചക്രം. ഈ സർവാനന്ദ ചക്രത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥത്തിലാണ് ദേവിയെ ബിന്ദുമണ്ഡലവാസിനി എന്ന് വിളിക്കുന്നത്. ഈ സർവാനന്ദ ചക്രമാണ് ബ്രഹ്മാനന്ദത്തിൻ്റെ ഏറ്റവും പരമമായ ആനന്ദാവസ്ഥയുടെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്നു. ഈ ബ്രഹ്മാനന്ദ ചക്രത്തിലാണത്രേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും കുടിയിരിക്കുന്നത്. അപ്പോൾ ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെയും അധികാര കേന്ദ്രമായി കരുതുന്നത് ഈ സർവാനന്ദ ചക്രത്തെയാണ്. ഈ സർവാനന്ദ ചക്രമാണ് പ്രപഞ്ചത്തിന് ആധാരമായിട്ടും സൃഷ്ടിയുടെ ആരംഭ കേന്ദ്രമായിട്ടും കരുതുന്നത്. അവിടെ വസിക്കുന്നവൾ എന്നർത്ഥത്തിൽ ദേവിയെ ബിന്ദുമണ്ഡലവാസിനി എന്ന് വിളിക്കുന്നു. നാമം 381. രഹോയാഗക്രമാരാധ്യ. രഹസ്യമായി നടക്കുന്ന ആരാധനാക്രമങ്ങളാൽ പ്രീതിപ്പെടുന്നവളെന്ന് അർത്ഥം. നമ്മൾ മുൻപൊരിക്കൽ വാമാചാരക്രമത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. വേദിക് റിലീജിയന് പുറത്ത് നിൽക്കുന്ന ഒരു ആരാധനാക്രമമാണ്. സാധാരണയായി ക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ കണ്ടുവരാത്ത ഒരു ആരാധനാ രീതിയാണിത്. ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് തന്ത്ര എന്നും പറയുന്നു. ഇവിടെ 5 തത്വങ്ങളാണ് ദേവിക്ക് പൂജിക്കുന്നത്. മത്സ്യം, മാംസം, മദ്യം, മുദ്ര അല്ലെങ്കിൽ ധാന്യം, മൈഥുനം. ഈ 5 തത്വങ്ങളാൽ ഈശ്വരപ്രീതി നേടാൻ ശ്രമിക്കുന്നവരാണ് വാമാചാരക്രമം പിന്തുടരുന്നത്. അപ്പോൾ ഇത്തരം ആരാധനാക്രമങ്ങളെല്ലാം വളരെ രഹസ്യമായി നടക്കുന്നവയാണ്. ആ രഹസ്യ ആരാധനാക്രമങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ, ആരാധിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ രഹോയാഗ ക്രമാരാധ്യ എന്ന് വിളിക്കുന്നു. 382. രഹസ്തർപ്പണ തർപ്പിത. പഞ്ചയജ്ഞങ്ങളിലൊന്നാണ് തർപ്പണം. ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കുമായി നിത്യേന ചെയ്യുന്ന തർപ്പണത്തെയാണ് ബ്രഹ്മയജ്ഞ തർപ്പണം എന്ന് പറയുന്നത്. രഹസ്യമായി അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങളോടെ തർപ്പണം ചെയ്യപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ രഹസ്തർപ്പണ തർപ്പിത എന്ന് വിളിക്കുന്നു. ഒരു ഗുരുമുഖത്ത് നിന്ന് ഈ തർപ്പണം പഠിക്കേണ്ടതും ഏറെ ഗോപ്യമായി, ഏറെ രഹസ്യമായി ചെയ്യേണ്ടതുമാകുന്നു എന്ന അർത്ഥത്തിൽ ദേവിയെ രഹസ്തർപ്പണ തർപ്പിത എന്ന് വിളിക്കുന്നു. 383. നാമം സത്യപ്രസാദിനി. നിഷ്കളങ്ക ഭക്തിയോടെ ഭജിക്കുന്ന
ഭക്തന് മുന്നിൽ എളുപ്പം പ്രസാദിക്കുന്നവൾ എന്നർത്ഥത്തിൽ ദേവിയെ സത്യപ്രസാദിനി എന്ന് വിളിക്കുന്നു. 384 വിശ്വസാക്ഷിണി. ഈ വിശ്വത്തിനു മുഴുവൻ സാക്ഷിയായവൾ. വിശ്വം സൃഷ്ടിക്കപ്പെടുമ്പോഴും സംഹരിക്കപ്പെടുമ്പോഴും അതിന് സാക്ഷിയായി നിലകൊള്ളുന്നവൾ. ആദ്യത്തെ ജീവഗണം ജനിക്കുമ്പോൾ അതിന് സാക്ഷിയാകുന്ന ദേവി ലളിതാംബിക. പ്രപഞ്ചം മുഴുവൻ ഒരു മഹാപ്രളയത്താൽ സംഹരിക്കപ്പെടുമ്പോൾ അതിനും സാക്ഷിയാകുന്നവൾ എന്നർത്ഥത്തിൽ ദേവിയെ വിശ്വസാക്ഷിണി എന്ന് വിളിക്കുന്നു. 385 നാമം സാക്ഷിവർജിത. എന്നാൽ ദേവിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ ലളിതാ ത്രിപുര സുന്ദരി ഒരു ദേവീ ചൈതന്യമാണ്. ദേവിക്ക് ജനനവും മരണവുമില്ല. അതിനാൽ ദേവിയെ ആരും തന്നെ ദേവിയുടെ പ്രവർത്തികൾ നിരീക്ഷിക്കുന്നതിനോ ദേവിയുടെ ജനന മരണം കാണുവാനോ ഇവിടെ ആരുമില്ല. അതിനാൽ ദേവി സാക്ഷിവർജിതയാണ്. ദേവിയെ നിരീക്ഷിക്കാനായി ഇവിടെ ആരുമില്ല.